ഹായ് ഹലോ മക്കൾ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന ഡ്യൂട്ടി എനിക്കാണ്. എന്നുമില്ല, ചേട്ടൻ ഉള്ളപ്പോൾ ചേട്ടൻ വിളിച്ചുകൊണ്ട് വരും. ഇന്ന് എനിക്കാണ് ഡ്യൂട്ടി. ടൂ വീലർ ഓട്ടിക്കാൻ അറിയാവുന്നതുകൊണ്ട് അത് വലിയ പാടായിട്ടൊന്നും തോന്നാറേ ഇല്ല. എന്ന് സ്കൂട്ടറിൽ പോകുന്ന ഞാൻ ഇന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. 1 കിലോമീറ്ററൊക്കെ ദൂരമേ ഉള്ളൂ. നടക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടേ. ഡെലിവറിക്ക് ശേഷം വെയിറ്റ് കൂടുന്നതല്ലാതെ കുറയുന്നതേ ഇല്ല. ഇപ്പോൾ 78 കിലോയായി. അത് കുറയ്ക്കുക എന്ന ഉദ്ദേശം കൂടി ഉണ്ട്. ഒരു ബോട്ടിൽ വെള്ളവും കൂടി എടുത്തേ. ഒരു ബോട്ടിൽ നിറച്ചില്ല, ഹാഫ് ബോട്ടിലേ ഉള്ളൂ. കാരണം ഇനി അതും കൂടെ ചുമക്കണ്ടല്ലോ. പിന്നെ ഒരു കുടയും കൂടെ കൂട്ടണം. ഇപ്പോൾ കുട എൻ്റെ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത്. വണ്ടി റോഡിൽ വെച്ചിരിക്കുകയാണ്. റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്തോട്ട് വണ്ടി കയറ്റാൻ പാടാണ്. അതുകൊണ്ട് ഈ റോഡ് സൈഡിലാണ് എൻ്റെ വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ടിക്കകത്ത് നിന്ന് എൻ്റെ കുടയും കൂടെ എടുത്തിട്ട് നടക്കാം. വണ്ടിക്കകത്ത് വേറെ ഒരു ബോട്ടിൽ വെള്ളം കിടപ്പുണ്ട് കേട്ടോ. എവിടെയോ പോയപ്പോൾ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തിട്ടതാണ് കേട്ടോ. മറന്നു പോയിട്ടോ തിരിച്ചെടുക്കുക. അങ്ങനെ അതും അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ തിരിച്ച് വെച്ചിട്ട് സ്കൂളിലോട്ട് എന്തായാലും നടക്കാം. ദൂരം നടന്നപ്പോൾ ഉണ്ടല്ലോ, കുട കയ്യിലിരിക്കുന്നത് കാരണം അതങ്ങ് നൂത്ത് പിടിച്ചു കേട്ടോ. വെയിലടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നൂത്തത്. കാരണം ചെറുതായിട്ട് വെയിലടിച്ചാൽ എനിക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ്റെ തലവേദന വരുവേ. തലവേദന വന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങ് കുട നൂത്ത് പിടിച്ചതാണ്. അപ്പോൾ ഈ കുട അങ്ങനെ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മഴയത്തൊക്കെ എടുക്കാറുള്ളേ. അപ്പോൾ ഇതിങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ഈ മുഖഭാവം എന്താണെന്ന് മനസ്സിലായോ? നന്നായിട്ട് വേർത്തു. അതുമാത്രമല്ല, ഈ കുട എന്നെ ചതിച്ചു കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഈ കുട എത്ര നോക്കിയിട്ടും അത് അടയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം ഈ കമ്പി ഇങ്ങനെ നീളത്തിനിരുന്നിട്ട് നാണക്കേടല്ലേ അതും വെച്ചിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ കുട നൂത്ത് പിടിച്ച് നടന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നേ. ഒരുപാട് തവണ ആളുകൾ നോക്കാത്ത സ്ഥലത്ത് വരുമ്പോൾ ഞാനാണെങ്കിൽ ഈ കുട അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇടിച്ച് നോക്കി കമ്പി ഒന്ന് താത്ത് നോക്കാം. പക്ഷേ ഈ കുടയുടെ കമ്പി ഒരു വിധത്തിലും അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവസാനം ഈ കുട എന്ത് ചെയ്യും? സ്കൂളിൽ എങ്ങനെയെങ്കിലും കയറണമല്ലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ വിഷമിച്ചൊക്കെ നിൽക്കുന്ന നിപ്പാണ് കേട്ടോ. ആരുടെയെങ്കിലും സഹായം ചോദിക്കാനെന്ന് വെച്ചാൽ പരിചയക്കാരും കാണാനുമില്ല. അങ്ങനെ അവസാനം വിഷമിച്ച് ഒരു ഗതികെട്ട അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. അവസാനം ഈ കമ്പി ഇങ്ങനെ നീളത്തിന് തന്നെ സ്കൂളിനകത്തോട്ട് കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോയിട്ട് സ്കൂളിൻ്റെ ഒരു മതിലിൽ വെച്ചിട്ട് ആരും കാണാതെ ഞാൻ കുട നന്നായിട്ട് ബലത്തടിച്ചു കേട്ടോ. അടിച്ചപ്പോഴാണെന്ന് ഒന്ന് താന്ന് കിട്ടിയത്. എന്തായാലും ഈ നട്ടുവെയിലത്ത് നടക്കുന്ന പരിപാടി വിട്ടേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ നടക്കാം. അപ്പോൾ ബൈ, സീ യു.